ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എൻ്റെ വീട്ടിലെ തന്നെ ബാൽക്കണി ഒന്ന് സെറ്റ് ചെയ്യുന്ന വീഡിയോയാണ്. ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ചു ബാൽക്കണി അങ്ങ് നാശമായി കിടക്കുക. കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ കെയർലെസ് ആയിട്ട് നട്ടു വെച്ചു എന്നേ ഉള്ളൂ. വലിയ കെയറൊന്നും കൊടുക്കാതെ ഇരുന്നത് കാരണം അത് നാശമായി കിടക്കുക. അതിനെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങുവാണ്. എല്ലാ ചെടികളിലുമൊക്കെ കളകളൊക്കെ ഒത്തിരി കയറിയിട്ട് അങ്ങ് ഭയങ്കര നാശമായിട്ടിരിക്കുകയാണ്. പക്ഷേ കുറേ പൂവൊക്കെ വന്നു, തെറ്റിയിലൊക്കെ നല്ല പൂവ് നിൽക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഈ കുറേ ചെടികളിൽ ജമന്തിയിലൊക്കെ പൂത്തിട്ട് അതിൻ്റെ പൂവൊക്കെ കരിഞ്ഞ് നാശമായി കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കളകളെല്ലാം പറിച്ച് മാറ്റുകയാണ്. ഇതെൻ്റെ അഡീനിയം ചെടിയാണ്. അതിൽ ശരിക്കും ബൾബൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ലതായിട്ട് വന്ന് നിൽപ്പുണ്ട്. പക്ഷേ കളകളെല്ലാം മാറ്റിയിട്ട് അതിലൊരു കുഞ്ഞു നാരകത്തിൻ്റെ തൈ നിൽക്കുന്നു. അത് ഞാൻ മാറ്റിയില്ല, അതവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു. കുറേ നാളുകൊണ്ട് ഇതിപ്പോൾ ശ്രദ്ധിക്കാതിട്ടിരുന്നപ്പോൾ അത്യാവശ്യം നല്ല ആഴത്തിലായി കളകളെല്ലാം പോയേക്കുന്നത്. നല്ല പാടാണ് എല്ലാം എടുത്ത് മാറ്റാനായിട്ട്. അതാ ഈ കളയുടെ കൂട്ടത്തിലും ഒരു വഴുതനയുടെ തൈ നിൽക്കുന്നു. അത് ഞാൻ മാറ്റിയിട്ടില്ല, അത് നിൽക്കട്ടെ, കുറച്ചുകൂടെ ആയിട്ട് നോക്കാമെന്ന് വെച്ച് നിർത്തിയേക്കുവാണ്. ചെടികളൊക്കെ ഒത്തിരി പൊക്കം വെച്ചു വളർന്നിട്ട് ഇനി അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കണം. ഇന്നിപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്.
തന്നേക്കാം. ചെടിയെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഫ്ലവർ ബാസ്ക്കറ്റാണിത്, അതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്തു. ആ ടേബിളിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇനി കയ്യിലുള്ള കുറച്ച് ഡെൻഡ്രോബിയം വെറൈറ്റി ഉണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ ഈ സൈഡിലേക്ക് ഒരുമിച്ച് വയ്ക്കുവാണ്. ഈ സ്പേസിൽ ഒരു കുഞ്ഞ് ചെയർ ഇട്ടു, വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ചെയർ